നമസ്കാരം. രാജയോഗത്തോടെ ജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ യോഗമുള്ള കുറച്ച് നക്ഷത്രജാതകരുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേർന്ന് ജീവിതത്തിൽ വിജയം കൊയ്യുന്ന, കാഴ്ചക്കാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വളർന്നു വലുതാകുന്ന നക്ഷത്രജാതകർ. ഇവരുടെ സകലവിധ കഷ്ടതകളും മാറാൻ പോവുകയാണ്. വരുന്ന 90 ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. പതിവായി ക്ഷേത്രദർശനം നടത്തുക ഈ നക്ഷത്രജാതകർ. ക്ഷേത്രദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകുക. തൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. നാളുകളിൽ മറ്റുള്ളവർക്ക് അല്പം കുശുമ്പോടുകൂടി ഈ നാളുകാരെക്കുറിച്ച് മറ്റുള്ളവർ പറയും. ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന ഇയാൾ പെട്ടെന്ന് കോടീശ്വരനായ കഥ നാട്ടിൽ പ്രശസ്തമാകും. രാജകീയ നേട്ടം സംഭവിക്കുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇനി വരാനിരിക്കുന്ന നാളുകൾ ഇവരുടെ നേട്ടത്തിൻ്റെതാണ്, ഭാഗ്യത്തിൻ്റെതാണ്, ഐശ്വര്യത്തിൻ്റെതാണ്. ഈ നാളിൽ പിറന്ന ഏതൊരു വ്യക്തിക്കും അങ്ങനെ ഒരു സൗഭാഗ്യം വന്നു ചേരും. ഈ നാളുകാരുടെ ഒരു പ്രത്യേകതയാണ് അത്. രാജകീയ നേട്ടം സംഭവിക്കുന്ന ആ ഒന്നാമത്തെ നക്ഷത്രം മകം തന്നെയാണ്. വരുന്ന കാലഘട്ടങ്ങളിൽ അവർ ആത്മാർത്ഥമായി അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ജീവിതത്തിൽ കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ പറക്കും ഇവർ. സകല സൗഭാഗ്യങ്ങളും ഇവരെ തേടി വരും. ക്ഷേത്രദർശനം നടത്തണം. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക മകം നക്ഷത്ര ജാതകർ. പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതും വഴിപാടുകൾ അർപ്പിക്കുന്നതും ഇവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്കും വലിയ ഭാഗ്യാനുഭവങ്ങൾക്കും കാരണമാകും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ്. മകം നക്ഷത്ര ജാതകരുടെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത്, നേട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഈ നക്ഷത്രജാതകർ എവിടെയാണെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒക്കെയും കടങ്ങളൊക്കെ മാറിക്കിട്ടും. ധാരാളം സമ്പാദിക്കാനുള്ള അവസരം വന്നു ചേരും. മാറിക്കിട്ടാൻ പോവുകയാണ്. ജീവിതത്തിൽ ഇനി സമൃദ്ധിയുടെ കാലഘട്ടമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കും. മനസ്സിൽ ഇപ്പോൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. പുത്രഭാഗ്യമുണ്ടാകും. ധൈര്യമായിരിക്കണം. ധാരാളം സമ്പാദിക്കുവാൻ ധാരാളം നല്ല അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. മകത്തിനിത് ഭാഗ്യമാണ്. മകത്തിനിത് ഉയർച്ചയുടെ സമയമാണ്. രണ്ടാമത്തെ നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിര നക്ഷത്ര ജാതകർക്കും തൊഴിൽപരമായും പഠന സംബന്ധമായും ഉയർച്ചയുണ്ടാകും. അതിൽ നിന്ന് തന്നെ ധനവാനാകുവാനും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് രാജയോഗത്തോടുകൂടി വാഴുവാനുമുള്ള യോഗം ഇവർക്ക് വന്നു ചേരും. ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ തീരാൻ പോവുകയാണ്. ചിത്തിരയ്ക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ചിത്തിരയ്ക്കിത് നേട്ടത്തിൻ്റെ സമയമാണ്. ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഒഴിഞ്ഞു പോകും. ഗൃഹസ്ഥിതി അനുകൂലമായി തീരും. വിശ്വസിച്ചവരിൽ നിന്നും പല വിധത്തിലുള്ള ചതിവുകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അവരുടെ മനസ്സിൽ ചീത്ത വിചാരങ്ങൾ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇനി അവരെ വിശ്വസിക്കരുത്. തൊഴിൽ മേഖലയിൽ വലിയ വിജയം, വലിയ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. നിങ്ങൾ ധൈര്യമായിരിക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. ചിത്തിരയ്ക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. ദേവീക്ഷേത്ര ദർശനം നടത്തുക. ദേവിയെ പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങും. രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. മൂന്നാമത്തെ നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ടയ്ക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. വില കൂടിയ വാഹനം, ധനാഗമനം എന്നിവയ്ക്ക് യോഗം ഉണ്ടാകും. ചില നിസ്സാര കാര്യങ്ങൾ മനസ്സിനെ അലട്ടുമെങ്കിലും ജീവിതത്തിൽ വഴിത്തിരിവിൻ്റെ നാളുകളാണ് വരാനിരിക്കുന്നത്. സാമ്പത്തികമായി വലിയ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയം. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മാസം തോറും ഗണപതി ഭഗവാനെ ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും.
നിങ്ങളുടെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങിക്കഴിഞ്ഞു. ഒരു പുതിയ വാഹനം, പുതിയ വസ്തു, പുതിയ വീട്, ഇതൊക്കെ വാങ്ങുവാനും ഇതൊക്കെ ആസ്വദിച്ച് ജീവിക്കുവാനുമുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നു. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. 4-ാമത്തെ നക്ഷത്രം ആ രാജയോഗമുള്ള എല്ലാ രീതിയിലും നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന നക്ഷത്രം അവിട്ടമാണ്. പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ ജോലി, ബിസിനസ് ഇവയിലൂടെ ജീവിതം വഴിമാറും. കിരീടമണിയാതെ രാജാവിനെ പോലെ ജീവിക്കാം. സകല സുഖസൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിക്കാൻ ഇടവരുന്ന കാലഘട്ടത്തിലേക്കാണ് ഇവർ നീങ്ങുന്നത്. ഈ ഒരു യാത്ര ഇവർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നൽകും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടുന്നു. സങ്കടങ്ങൾ ഒക്കെ അവസാനിക്കുന്നു. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു. അവിട്ടമാണ്, ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ദേവീക്ഷേത്രത്തിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തുക, വഴിപാടുകൾ അർപ്പിക്കുക, മുന്നോട്ട് പോകുക. ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത്. 5-ാമത്തെ നക്ഷത്രം പൂരുരുട്ടാതിയാണ്. വിദേശവാസം കൊതിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് അത് സാധ്യമാകും. എല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേരും. ആഗ്രഹങ്ങളെല്ലാം നടക്കും. ഇപ്പോഴത്തെ വിഷമതകൾ മാറി നല്ലൊരു കാലത്തിലേക്ക് പോകും. 2025 ഇവരെ സംബന്ധിച്ച് ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ നാളുകൾ തന്നെയാണ്. എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടും. ഈ വിഷുവൊക്കെ ഏറ്റവും അധികം ഗുണത്തിലേക്ക് പോകുന്നത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്കാണ്. ഈ വിഷു ഇവരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെതാണ്, നേട്ടത്തിൻ്റെതാണ്, ഐശ്വര്യത്തിൻ്റെതാണ്. അടുത്ത നക്ഷത്രം വിശാഖം, അനിഴം. ഈ നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി വരും. രാജയോഗ പദവികൾ അലങ്കരിക്കാൻ ഇവർക്ക് കഴിയും. ഇവരെ സംബന്ധിച്ച് ശനിയുടെ അനുകൂലം ഉണ്ട്. ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. വളരെയേറെ സമ്പന്നമാകുന്ന കാലയളവാണ് ഇത്. ഒരു പുതിയ സംരംഭം ആരംഭിക്കുക, അതിലൂടെ വലിയ നിലയിലെത്തുക, അല്ലെങ്കിൽ അത് വിജയിക്കുക ഒക്കെ സാധ്യമാകുന്ന സമയമാണ്. എല്ലാ രീതിയിലും മുന്നേറും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കും. ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത്, നേട്ടത്തിലേക്കാണ് കടക്കുന്നത്. നിങ്ങൾ എല്ലാ രീതിയിലും രക്ഷപ്പെടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഉത്രട്ടാതി, രേവതി അവർക്കും രാജകീയ കാലഘട്ടം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. എല്ലാ സങ്കടങ്ങളും മാറാൻ പോവുകയാണ്. ഞാൻ എൻ്റെ മിക്ക വീഡിയോകളിലും പറയാറുണ്ട്, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെക്കുറിച്ച് വളരെ ആത്മാർത്ഥമായി പുതിയ ചുവടുകളുമായി പുതിയ കാര്യങ്ങൾ ചെയ്യുക. ഉറച്ച വിശ്വാസത്തോടു കൂടി മാത്രം മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ വലിയ ഭാഗ്യാനുഭവങ്ങൾ, വലിയ നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. ഇനി ഭാഗ്യത്തിൻ്റെ നാളുകളാണ്, ഉയർച്ചയുടെ സമയമാണ്. അതീവ സമ്പൽ സമൃദ്ധിയിൽ എത്താൻ നിങ്ങൾക്ക് സാധ്യമാകും. വരുന്ന 90 ദിവസം നിങ്ങളെ സംബന്ധിച്ച് വലിയ ഭാഗ്യാനുഭവങ്ങൾ, വലിയ നേട്ടങ്ങൾ, വലിയ ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.